മാപ്പിള ഗാനശാഖയിൽ തിളങ്ങി നിന്ന എഴുത്തുകാർ, പാട്ടുകാർ, സംഗീത സംവിധായകർ എന്നിവരെയൊക്കെ അനുസ്മരിക്കുന്ന ഓർക്കുന്ന ഇശൽ വസന്തത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിശിഷ്ട അതിഥിയായിക്കൊണ്ട് എത്തിയിട്ടുള്ള ഫൈസലിന്റെ ഭാര്യ ഫാത്തിമ, അവർക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ പാട്ട് ജീവിതവും ഒക്കെ നിങ്ങളുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം ഉപ്പ കൂടെ ഉണ്ടായിട്ടുള്ളൂ. 2 വർഷം കൊണ്ട്, കല്യാണം കഴിഞ്ഞ് 2 വർഷം കൊണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ടായി. അപ്പം ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല ഉപ്പ പാടുന്നതൊന്നും. കല്യാണ വീടുകളിലെല്ലാം കുറേ മുന്നേ ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ പിന്നെ തളിർമുല്ല വിധാനിച്ചത്, പിന്നെ മധുവർണ്ണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ പാടിയതും എഴുതിയതാണെന്നല്ല പിന്നെയാണ് അറിഞ്ഞത്. ആദ്യം മുതലേ കേൾക്കുന്നുണ്ടായി, പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ല. അന്നേരം ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉള്ള പോലത്തെ സോഷ്യൽ മീഡിയയിൽ എക്സ്പോഷറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ആളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ പാട്ടുകളൊന്നും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഫൈസൽ സാറ് പറഞ്ഞ പോലെ അർഹിച്ച അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. ശരിക്കും പ്രോഗ്രാം അതിന് വേണ്ടിയിട്ടാണ്, എല്ലാവരിലേക്കും എത്തിക്കണം നമുക്കിതൊക്കെ. യെസ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ പല റിയാലിറ്റി ഷോസിലൊക്കെ ഇങ്ങനെ പാടുന്നോ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഫാമിലിയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീല്? അതെ, നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഉപ്പാൻ്റെ പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത് സന്തോഷം തോന്നുന്നുണ്ട്. ഈ അവസരത്തിൽ ലിയാഖത്ത് ഖാ അവസാന കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ്, എനിക്ക് തോന്നുന്നു 2-3 വർഷം മുമ്പാന്ന് തോന്നുന്നു, കൃത്യമായി എനിക്കറിയില്ല. ഫൈസലിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഫൈസലിനോട് ചോദിക്കാം. ഒരു ഭാഗം മുഴുവനായിട്ട് തളർന്നിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചത്. എന്നാലും അദ്ദേഹം പാട്ട് നിർത്തിയിട്ടില്ലായിരുന്നു. ആ സമയത്തും അദ്ദേഹം ട്യൂൺ ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്തും അദ്ദേഹം പാട്ട് പാടാറുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ, ആ സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ ഒരുപാട് സമയം അദ്ദേഹത്തിനോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. ഫൈസലിന് അങ്ങനത്തെ ഓർമ്മകൾ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഫൈസലിനേക്കാളും ഇളയതാണ്. ഞാൻ പല സമയത്തും കുറ്റ്യാടിയിൽ വന്നിട്ടുണ്ട്. ഉപ്പയായിട്ട് ഭയങ്കര ബന്ധം. അമീത് ഷെർവാനായിട്ട് ഉപ്പ കിടന്ന് മറിയുന്നത് ഞാൻ പല സമയത്തും കണ്ടിട്ടുണ്ട് അവിടെ വന്നിട്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പാക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നേരെ പോവുക മാഹിയിലേക്ക്. മാഹിയിലാണ് താമസം. അപ്പോൾ മാഹിയിൽ ലിയാഖത്ത് ഖാൻ്റെ വീട്ടിൽ 2 ദിവസം താമസിച്ച് പിന്നെ എല്ലാം പുതിയ ഫ്രഷ് ആയിട്ടാണ് മുമ്പിൽ വരിക. അപ്പോൾ ഒരുപാട് ഈ ഒരു എപ്പിസോഡ് എന്നല്ല, ലിയാഖത്ത് ഖായെ പറ്റി പറയുകയാണെങ്കിൽ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല, അത്രമേൽ എനിക്ക് അനുഭവമുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മാപ്പിളപ്പാട്ടിലെ യുവഗായകൻ ഷമീർ ഷായിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആ പാട്ടുകളൊക്കെ പാടാറുണ്ടോ? ഈ പ്രപഞ്ചനാഥൊക്കെ കുറേ വട്ടം ഇങ്ങനെ കേട്ടിട്ടുള്ള പാട്ടാണ്. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും, കൂടുതൽ പറയാൻ പാടണമെന്നറിയില്ല, മാപ്പിളപ്പാട്ടിൽ പാട്ടുകാരനാണോ അതോ വരികൾ എഴുതുന്ന ആൾക്കാണോ സംഗീതജ്ഞനാണോ സ്ഥാനമെന്ന് ശരിക്കും എപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഷോസിലൊക്കെ ഞങ്ങളൊക്കെ ശരിക്കും വട്ടപൂജ കൊണ്ട് തോന്നാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള മാപ്പിളപ്പാട്ടിൽ അതിന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, പണ്ടൊക്കെ മാപ്പിളപ്പാട്ട് ഒരു പാട്ട് ഹിറ്റാവും. ആ പാട്ട് ഹിറ്റായാൽ അതേ ട്യൂണിൽ പലരും വരികൾ എഴുതും. ഇപ്പോൾ ഉദാഹരണത്തിന് ആരംഭം തുളുമ്പും ചെങ്കതിർമുഖം എന്നുള്ള ഒരു പാട്ടിൻ്റെ അതേ ജോണറിലുള്ള പാട്ടാണ് ആരാരും മനസ്സിൽ നിന്നൊക്കെ ഉള്ള പാട്ട്. ഈ അടയും വട, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അറിയില്ല ഇനി തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്ത. അടയും വടയും താലട പൂവട വെച്ചു വിളമ്പുന്നമ്മായി അരുമ പൂങ്കനി മോളുടെ പുത്രൻ പുതുമണവാളന് നൽകാനായി. അതൊക്കെ ലിയാഖത്ത് ഖാൻ്റെ പാട്ടാണ്. ഈ ആരംഭം തുളുമ്പും ആരാരും മനസ്സിലും കെസ് എന്ന് പറയുന്ന സാധനം, അത് മാപ്പിളപ്പാട്ടിൻ്റെ പാരമ്പര്യമായ ഒരു സംഗതിയാണ്. അതിലാളുകൾ പല പാട്ടുമുണ്ട്, അതിലൊരു 100 പാട്ടുണ്ട് ആ സംഗതിയിൽ. ഈ തളിർമുല്ല വിധാനിച്ചെന്നുള്ള അതേ ട്യൂണിൽ പീർക്ക പാടുന്ന വേറൊരു പാട്ടുണ്ട്, തരിമീൻ മിഴി പിടപ്പിച്ച പെണ്ണൊരുത്തി എന്നുള്ള സെയിം അതേ രീതിയിലാണ്. അപ്പം അന്നത്തെ ആളുകൾ ട്രൂപ്പുകളാണല്ലോ, മത്സരങ്ങളും ട്രൂപ്പുകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ട്യൂണിൽ പാടുമ്പോൾ അതിന് അനുസൃതമായിട്ട് ഇങ്ങനെ ഓരോ പാട്ടുകൾ ജനിക്കാറാണ് പതിവ്. ലിയാഖത്ത് സാറിന്റെ അതിമനോഹരമായ മറ്റൊരു ഗാനം കൂടി നമ്മൾ ഇനി കേൾക്കാൻ പോവുകയാണ്. ശ്രേയ ജയദീപ് നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും.
ഈ സംഗീതം ഒരു പുതിയ വഴിയാണ്. പ്രത്യേകിച്ച് ഒരു ഒരു ആ തരത്തിൽ ഇപ്പോൾ തായീഫ് നഗരം പോലെയുള്ള പാട്ടുകൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗീതം തന്നെയാണ്. അത്ര മനോഹരമായ പാട്ടുകൾ പോലും ചിട്ടപ്പെടുത്തിയ, അല്ലെങ്കിൽ അത്തരം പാട്ടുകൾ പാടിയ വലിയൊരു കലാകാരൻ. ഇപ്പോൾ ഗിബിയൊക്കെ തന്നെ അറിയാം, മദീന റൗള, അത് പാടാത്തവരോ കേൾക്കാത്തവരോ ഇല്ല. ഈ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തിയത് അദ്ദേഹമാണ്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെത് വേറിട്ടൊരു വഴി തന്നെയാണ്. ആ ഭാഗത്ത് കൃഷ്ണദാസൻ മാഷയുടെ ഒരു വഴി വേറെയുണ്ട്, കുഞ്ഞിമൂസക്കാക്ക് വേറെയുണ്ട്, ലിയാഖത്ത് കാക്കുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും ഒരു ശൈലിയായി രൂപപ്പെട്ടു വന്ന പാട്ടുകളാണ്. ഇപ്പോൾ തളിർമുല്ല വിധാനിച്ച പോലെയുള്ള പാട്ടുകൾ, ആയേ നിലാവിളി പോലുള്ള പാട്ടുകൾ അദ്ദേഹം സദസ്സിനെ പ്രകമ്പനം കൊള്ളിച്ച് പാടുന്നതിനൊക്കെ നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ പുതിയ കാലത്ത് വേദികളിലും അദ്ദേഹം പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈശ്വൽ വസന്തത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുടുംബത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളെ ഓർക്കുന്ന ഒരു പരിപാടി, ഒരു വേള ആദ്യമായിരിക്കും. നമ്മുടെ പല റിയാലിറ്റി ഷോകളിലും പരിപാടികളിലും ഒക്കെ കുടുംബാംഗങ്ങളുമായുള്ള സംഗമമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫൈസൽ എന്ന് ഞാൻ വേറെ പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ഇതേപോലെയുള്ള പരിപാടി പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് തന്നെ ഒരു കുടുംബത്തിന് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളൊരു പരിപാടി, ഇങ്ങനെ പിതാവിൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പരിപാടി എന്നുള്ളത് തന്നെ ലിയാഖത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നീതിയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഞങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്യാന്ന്. പി.സി. ലിയാഖത്ത് മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ ഇടയിലുണ്ട്. അത് നമ്മൾ ഇനി പുതിയ തലമുറക്ക് കൂടി രജിസ്റ്റർ ചെയ്യുകയാണ് ഈ പരിപാടിയിലൂടെ ചെയ്യുന്നത്. ലിയാഖത്ത് സാറിൻ്റെ ഏറ്റവും മനോഹരമായ, നമ്മളെല്ലാവരും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ആ പാട്ട് അഷ്റഫ് പയ്യന്നൂർ നമുക്ക് വേണ്ടി പാടുകയാണ്. കേട്ടാലോ? ആയേ നിലാവൊളിലംഘുന്ന മോളി നിന്റെ കിനാവിലെ സൗക്കുള്ളമാരൻ പുതുമാരൻ വരും നീ പുതുമാരൻ വരും നീ മഞ്ചത്തിയാളി മണവാട്ടിയാളി ആയേ നിലാവൊളിലെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ സൗക്കുള്ള മാരൻ. ആയേ നിലാവൊളിലെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ സൗക്കുള്ള മാരൻ വരും നീ പുതുമാരൻ നിനക്കിന്ന് വരും നീ. ആയേ നിലാവൊളിലങ്കുന്ന മോളെ നിന്റെ കിനാവിലെ സൗക്കുള്ള മാരൻ. ആയേ നിലാവൊളിലങ്കുന്ന മോളെ നിന്റെ കിനാവിലെ സൗക്കുള്ള മാരൻ. ലെങ്കും ലിബാസുകളാൽ ചിത്തിരം കൊത്തിയ നീലക്കസവിന്റെ നിറവൊളി പോൽ നിറവൊളി പോൽ
പുതുമാല നിനക്കിന്ന് ആശിച്ചിരിക്കുന്നു. ആയേ നിലാവൊളിയെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ ശൗക്കുള്ള മാരൻ. ആയേ നിലാവൊളിയെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ ശൗക്കുള്ള മാരൻ. ആയേ നിലാവൊളിയെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ ശൗക്കുള്ള മാരൻ. വരുന്നേ പുതുമാരൻ നിനക്കിന്ന് വരുന്നേ. ആയേ നിലാവൊളിയെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ ശൗക്കുള്ള മാരൻ. ആയേ നിലാവൊളിയെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ ശൗക്കുള്ള മാരൻ. ആയേ നിലാവൊളിയെങ്കുന്ന മോളെ നിന്റെ കിനാവിലെ ശൗക്കുള്ള മാരൻ. ലിയാഖത്ത് സാറിന്റെ അതിമനോഹരമായ മറ്റൊരു ഗാനം കൂടി നമ്മൾ ഇനി കേൾക്കാൻ പോവുകയാണ്. യുവഗായകൻ ഷമീർ ഷാ നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. നേരം വേളുക്കും നേരം വല വീശാൻ പോയല്ലോ ബഹറിന്റെ മീതെ ഉരുകുന്നെന്തും മാനെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്ന കടലിൽ നിന്നും ബാപ്പാ. ഓ റഹ്മാനെ വിളിക്കുന്നു ബാപ്പാ. നേരം വേളുക്കും നേരം വല വീശാൻ പോയല്ലോ ബഹറിന്റെ മീതെ ബാപ്പാ. ഉരുകുന്നെന്തും മാനെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്ന കടലിൽ നിന്നും ബാപ്പാ. ഓ റഹ്മാനെ വിളിക്കുന്നു ബാപ്പാ. കരയുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു തുള്ളി കഞ്ഞിക്കായി പൊരിയുന്ന കടലിൽ നിന്നും ബാപ്പാ. കരയുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു തുള്ളി കഞ്ഞിക്കായി പൊരിയുന്ന കടലിൽ നിന്നും ബാപ്പാ. ദാഹം പെരുത്തു പോയോ നാടി തളർന്നു പോയോ. ദാഹം പെരുത്തു പോയോ നാടി തളർന്നു പോയോ. കൂരിരുട്ടായല്ലോ ബാപ്പാ. ഓ പാതിരയായല്ലോ ബാപ്പാ. നേരം വേളുക്കും നേരം വല വീശാൻ പോയല്ലോ ബഹറിന്റെ മീതെ ബാപ്പാ. ഉരുകുന്നെന്തും മാനെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്ന കടലിൽ നിന്നും ബാപ്പാ. ഓ റഹ്മാനെ വിളിക്കുന്നു ബാപ്പാ. പടിഞ്ഞാറൻ കാറ്റ് വന്ന് പേമാരി പെയ്യുന്നന്ന് കടലോരത്തുള്ളോരെല്ലാം വന്നു.
കടലോരത്തുള്ളോരെല്ലാം വന്നു മാറത്തടിക്കുന്നുമ്മ കടലോരത്തോടുന്നുമ്മ മാറത്തടിക്കുന്നുമ്മ കടലോരത്തോടുന്നുമ്മ മരിച്ചെന്ന് ചൊല്ലും എൻ്റെ ഉമ്മ ഓ കരൾ പൊട്ടിക്കേഴുന്നെൻ്റെ ഉമ്മ. ലിയാഖത്ത് എന്ന കലാകാരന്റെ ഒരുപാട് ഓർമ്മകളും ഒരുപാട് മനോഹരമായ പാട്ടുകളും ഒക്കെ നമുക്കിത് സമ്മാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. ഇത് പാട്ടിൻ ഗതകാലം ശ്രുതി മീട്ടിയ താഴ്വാരം തന്നാനം 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 പുതുമകളാ പഴമകൾ തൻ കതിർ കൊയ്യും കേദാരം തന്നാനം